ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ സ്ഥലത്തിൻ്റെ പേര് എന്തായിരുന്നത്, ഷേക്സ്പിയർ ഫീസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഒരു കഫേ പോലെയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരി ശ്രുതിയുടെ സ്റ്റേറ്റസ് കണ്ട് എനിക്ക് ഭയങ്കര കൊതിയായി. അതിനകത്ത് അവൾ നമ്മുടെ ബ്രൗണി വിത്ത് ഐസ്ക്രീം സിസ്ലേഴ്സൊക്കെ കഴിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത കൊതി. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഞാൻ എന്തായാലും പോകും. എനിക്ക് തൃശ്ശൂരിൽ എവിടെ ബ്രൗണി എന്നൊന്നും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഷേക്സ്പിയർ ഫീസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അറിയില്ല, ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ ഗൈസ്, കം ലെറ്റ്സ് ഗോ. ഇതാണ് ഗൈസ് ഷേക്സ്പിയർ ഫീസ്. അപ്പുറത്ത് എന്തോ 90 ഉണ്ട്. 3 PM to 3 AM വരെയാണ് അതുള്ളത്. ദിസ് ഇസ് എ കഫേ ആൻഡ് എ ലൈബ്രറി ആൻഡ് എ തിയേറ്റർ ടു. പ്ലീസ് കം ഇൻ. ഞാൻ അവിടെ ഇരിക്കുമോ? ആദ്യം ഞാൻ നോക്കണ്ട, ഞാൻ തിരക്കി വന്ന സാധനം ഇവിടെ ഉണ്ടോ. ഇ게 ബ്രൗണി വിത്ത് ഐസ്ക്രീം ഉണ്ടേ കൊണ്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. വീട്ടിലുണ്ട് ഗൈസ്, എൻ്റെ വീട്ടിലുണ്ട് സാധനം. ഒക്കെ സൂപ്പറാണ് ഗൈസ്. യു ഹാവ് എ ലൈബ്രറി ഓൺ, അത് ലേറ്റർ എടുക്കാം. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന മിക്സ്ഡ് നൂഡിൽസ് എല്ലാം ഉണ്ട് അതിനകത്ത്. വെജ് ഉണ്ട്, നോൺ വെജ് ഉണ്ട്, ബീഫ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, പിന്നെ യു ഹാവ് പ്രോൺസ്, എവറിത്തിങ് ആൽഫ്രെഡോ പെനെ ആൽഫ്രെഡോ വൈറ്റ് സോസ് പാസ്തയാണ് ഗൈസ്. ഇത് വെജാണ്. ചിക്കൻ സാൻഡ്വിച്ച് ഇതിനകത്ത് പ്രോൺസ് ഉണ്ട്, എല്ലാം ഉണ്ട്, വെജും ബീഫും എല്ലാ സംഭവങ്ങളും ഉണ്ട്. This one, pasta, white pasta, Alfredo. ഇതിനകത്തുള്ള ബ്രോക്കലി ഒക്കെ കഴിക്കാം, സൂപ്പറാണ്. വൈറ്റ് സോസ് പണ്ട് വൈകിട്ട് ഇത് വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്നതാണ്. വൈറ്റ് സോസ് പാസ്ത ടിപ്പ് നല്ലതായിരുന്നല്ലേ. അതായത് നല്ലൊരു മസ്റ്റേർഡിൻ്റെ ആണ്. ഇത് റോസ്റ്റഡ് ചിക്കനാണ്, അടിപൊളി. ഇത്ര നല്ല അടിപൊളിയായിട്ട് രാജസിംഹാസനത്തിലാണ്. പുസ്തകം ഇവിടെ ഇങ്ങനെ കുറേ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എലൻ മസ്കിൻ്റെ എൻ്റെ ഉണ്ട്. ഓൾ വെരി ഗുഡ്. ഷേക്സ്പിയറിന് പേര് കണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, വൈ ദേ വുഡ് ഹാവ് ടോൾഡ്. ഞാൻ ലേറ്റായി ഗൈസ്. നമ്മുടെ ബ്രൗണി വന്നിരിക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത്. ശ്രുതിയുടെ ഒരു സ്റ്റേറ്റസ് കാരണം ഞാനിന്ന് ഇവിടെ വന്ന് എന്തെല്ലാം കഴിച്ചു. ഭയങ്കര ചൂടാട്ടാ. ഇവര് ബട്ടർ സ്കോച്ച് ബ്രൗണി വേണ്ട, നന്നായിട്ടുണ്ട്. ആ ചൂടിനകത്ത് ശ്രുതി നീ ഒറ്റ കാരണം നീ അവിടെ നിന്ന് കഴിക്കുമല്ലേ, ഞാൻ ഇവിടെ നിന്ന് കഴിക്കുവാണെങ്കിൽ അവിടെ നിന്ന് കഴിച്ചതുകൊണ്ടാണ്. നീ ഇത് കഴിച്ചുകൊണ്ട് എനിക്ക് നീ എന്നെ തന്നെ ആലോചിച്ചിരുന്നെന്ന് പറഞ്ഞില്ല. അതുകൊണ്ടാണ്. ഇതൊരു സൂപ്പർ സ്ഥലമാണ്. എല്ലാവരും മസ്റ്റ് വിസിറ്റ് പ്ലേസാണ് ഷേക്സ്പിയർ. അടിപൊളിയാണ്. കുഞ്ഞൂട്ടിന് ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം വന്നിട്ടുണ്ട്. അത് കൊടുക്ക ചേച്ചിക്ക്. നല്ല രസമാണ് കഴിച്ച്. ഇവിടെ നല്ല സ്പേസാണ്. ഇവിടുത്തെ ഇതെല്ലാം നല്ല ഭംഗി. അവിടെ കണ്ണാടിയൊക്കെ ഉണ്ട് ചേട്ടാ. എന്തൊക്കെയോ പോലെ
വന്ന് നിൽക്കും നിങ്ങളെല്ലാവരും. വാ മണി നിൽക്കണം. അപ്പം ഞാൻ നോക്ക്. അവിടെ കണ്ടോ, അവിടെ എന്തൊക്കെയുണ്ട് സംഭവങ്ങൾ. ഷോലയാണ് സിനിമകളുടെ സിനിമാ പടങ്ങളൊക്കെയാണ് അവിടെ അപ്സ്റ്റേഴ്സിലുള്ളത്. അങ്ങനെ നല്ലൊരു സ്ഥലം കേട്ടോ. എല്ലാവരും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഇഷ്ടപ്പെട്ട് നമ്മുടെ പണ്ടത്തെ ചെയറില്ലേ, അതിൻ്റെ ഇതൊക്കെയാണ് നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ വന്ന് പുറത്തു വിടുന്നിരിക്കാവുന്നതാണ്. ഇറ്റ്സ് എ സൂപ്പർ ഷേക്സ്പിയർ ഫീസ്റ്റ്. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ് ഇവിടെ. ഇത് ഈസ്റ്റ് ഫോർട്ടിലാണ് ഈ ഒരു സംഭവം ഉള്ളത്. പിന്നെ അതെ അവിടെ ചാറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇറ്റ്സ് 90 എന്നാണ് അതിൻ്റെ പേര്. രണ്ടും വേറെ കേട്ടോ. അവിടെ ചാറ്റ്സ് സ്നാക്സ് ഡ്രിങ്ക്സ് ഒക്കെയാണ് അവിടെ ഉള്ളത്. എനിവേ ഇറ്റ്സ് എ ഗുഡ് പ്ലേസ്. എല്ലാവരും വരണം. എവിടെയാ കുഞ്ഞാ? അവിടെയോ? അവിടെ നല്ല അതുകൊണ്ടോ മാങ്ങ. എൻ്റെ അമ്മേ കണ്ട ആ മാവിൻ്റെ മേളിൽ നിന്ന് ദാ തെങ്ങ് പോയതുപോലില്ലേ, നോക്കൂ. മാവിൻ്റെ മുകളിൽ നിന്ന് തെങ്ങ് പോയിരിക്കുന്നു. നല്ലൊരു കാഴ്ച. അപ്പോൾ ഗൈസ് ഒരു അടിപൊളി ഇതായിരുന്നു ഷേക്സ്പിയർ ഫീസ്റ്റ്. ആ ഫീസ്റ്റ് പോലെ തന്നെ നല്ലൊരു ഫീസ്റ്റ് ആയിരുന്നു. അപ്പോൾ പ്ലീസ് ഡു വിസിറ്റ് ദാറ്റ് പ്ലേസ്. നല്ല രസമുണ്ട് കേട്ടോ. ആ ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. അവിടെ ഒരു ലൈബ്രറി ഉണ്ട്. അപ്പം നമുക്കിപ്പം എന്താ പറയുക, സ്നാക്ക് ടൈമിലൊക്കെ അവിടെ പോയിരുന്ന് ബുക്കൊക്കെ വായിച്ച് ഭയങ്കര എന്താ പറയുക, ഒരു ഏകാന്തത, സോളിറ്റ്യൂഡൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നവർക്ക് ഒറ്റയ്ക്കൊക്കെ പോയിരുന്ന് വായിച്ച് ടീയൊക്കെ കുടിച്ച് ഇങ്ങനെ ഒരു ചെറിയ സ്നാക്സ് ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ആൻഡ് ഔട്ട് സൈഡ് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ. നല്ലതാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഏതാണ്? പള്ളിക്കുളം റോഡ്, അവിടെയാണ് ഈ ഒരു സംഭവം വരുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് സൂഡിയോയിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ യു ക്യാൻ സീ ദ വ്യൂ. സോ ബ്യൂട്ടിഫുൾ അല്ലേ വടക്കുന്നാഥ്. അപ്പോൾ നമുക്കിനി സൂഡിയോയിലേക്ക് പോവാം. നമ്മുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ വരെയാണ്. അപ്പോൾ അവന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ആണ്. സൂഡിയോയിലെത്തി ഗൈസ്. അപ്പോൾ ഇന്നത്തെ തീം എനിക്കൊന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അവിടെ ഡിസ്പ്ലേ ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി പോവാം. ചെരുപ്പ് നോക്കുകയാണ്. ഫൈനലി ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഞാനൊരു വെൽവെറ്റ് ഫിനിഷിൻ്റെ ഒരു നെയിൽ പോളിഷ് വാങ്ങിച്ചു ഗൈസ്. ഐ ആം ട്രൈങ് ഫോർ ദ ഫസ്റ്റ് ടൈം. അല്ലേ, ഓണിയൻ കളറാണ് എടുത്തത്. നൈസ്. ഓൾസോ ഐ ഗോട്ട് ദിസ് ലിപ്, ഒരു ജെല്ലാണ് വാങ്ങിച്ചത് പ്രാവശ്യം. സോ ഗൈസ് നമ്മളൊരു കുഞ്ഞിന് കുറച്ച് സെലക്ഷൻ വേണ്ടി വന്നിരിക്കുകയാണ് ബർത്ത്ഡേക്ക് വേണ്ടി. ഹൗ ഇസ് ഇറ്റ്? നല്ലതാണോ? ഇഷ്ടപ്പെടാ? ഒരാരും കാണിച്ചു കൊടുത്താലോ? കൊള്ളാം അല്ലേ? അപ്പോൾ ഇത് മതി. ഇങ്ങോട്ട് നോക്കിക്കാം. ദൂരണ്ടോ? നിന്നാ ഇങ്ങോട്ട് നോക്കി നിൽക്കും. ഓക്കെ, നൈസ്. അങ്ങനെ നമ്മളെല്ലാം പർച്ചേസ് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ഈ പെർഫ്യൂം കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് വെരി നൈസ്. നല്ല ഫ്രാഗ്രൻസ് ആണ്. ബോഡി മിസ്റ്റ്. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. വീണ്ടും അടുത്തൊരു ടോപ്പുമായി കാണുന്നത്. ബൈ ആൻഡ് സ്റ്റേ ട്യൂൺഡ്.